ഹായ് ഗുഡ് മോർണിംഗ്. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോയാണ്. ഞാൻ ഇന്ന് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് ടൈംസ് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, എക്കണോമിക് ടൈംസിലാണ് കുറച്ചുകൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള ന്യൂസുകൾ ഇപ്പോൾ ഉള്ളത്. ഹിന്ദുവിൽ ഫുൾ COVID-19 പ്രോബ്ലംസിനെ കുറിച്ചുള്ള ന്യൂസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ യൂട്ടിലിറ്റി എക്കണോമിക് ടൈംസ് ആണെന്ന് കണ്ടിട്ടാണ് ഞാൻ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഹിന്ദുവിലുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാം. ഒന്നാമത് IBA, ഞാനിപ്പം എക്കണോമിക് ടൈംസ് നിങ്ങളുടെ കയ്യിൽ കാണില്ല, അതുകൊണ്ട് ഞാൻ അതിന് പറയാനുള്ള പോയിന്റ്സ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, അല്ല പേജസ് ഒന്നും പറയുന്നില്ല. IBA എന്ന് പറയുന്ന ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ആണ്. നമുക്കറിയാം, ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകളെയും ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് IBA, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിനെ സംബന്ധിച്ച്. അവരാണ് ഈവൻ ബാങ്കുകളുടെ പല പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സാലറീസ് പോലെ നിങ്ങൾ വൺസ് ബാങ്ക് എംപ്ലോയീസ് ആയ തീരുമാനിക്കുന്ന IBA, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ആണ്. അതിന്റെ ചെയർമാൻ രജനീഷ് കുമാറാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായ രജനീഷ് കുമാർ. പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓയിലിന്റെ പ്രൈസ് കുറഞ്ഞ് ഓയിൽ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ എത്തിയിരിക്കുകയാണ്. ഇത് എങ്ങനെയൊക്കെ ഇന്ത്യയുടെ എക്കോണമിയെയും വേൾഡ് എക്കോണമിയും ഇമ്പാക്ട് ചെയ്യും എന്നുള്ള അനാലിസിസ് എക്കണോമിക് ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ ഉണ്ട്. ഇത് ഒപെക് പ്ലസ് എക്കോണമീസിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുള്ള യാതൊരു ഡൗട്ടും ഇല്ല. ഒപെക് പ്ലസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലായ വിയന്ന ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഒപെക് പ്ലസ് റഷ്യയും ചില മറ്റ് കൺട്രീസും ചേർന്നാണ് ഒപെക് പ്ലസ്. അപ്പൊ അവരുടെ എക്കോണമി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മെയിൻലി ഓയിലിനെയാണ്. അപ്പൊ അവരെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് ഒക്കെ ഇന്ത്യ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് കുറെ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് ഉണ്ട്. അതായത് പിന്നീട് മംഗലാപുരത്ത്, മംഗളൂരു, വിശാഖപട്ടണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവർ ഈ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് ഉള്ളത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, മാംഗ്ലൂർ ഓയിൽ റിഫൈനറി ഇവരൊക്കെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഈ സ്ട്രാറ്റജിക് ഓയിൽ റിസർവിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കും വാങ്ങി. അപ്പൊ ഇന്ത്യക്ക് അത് നമ്മളുടെ ലോ കോസ്റ്റിൽ ഓയിൽ റിസർവ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അത് കുറയാൻ കാരണമാവും. ഇന്ത്യയുടെ എക്കോണമി ബൈ ആൻഡ് ലാർജ് അത് യൂസ്ഫുൾ ആയിരിക്കും, ബെനിഫിഷ്യൽ ആയിരിക്കും. പക്ഷെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടാവും. ഈ എസ്പെഷ്യലി ഗൾഫ് നാടുകൾ ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് അവിടെ ഓയിൽ പ്രൈസസ് ക്രാഷ് ഉണ്ടാവുമ്പോൾ അവിടെ അത് എക്കോണമിയെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ഇന്ത്യക്കാരായിട്ടുള്ള അവിടെ താമസിക്കുന്ന NRIസിന്റെ ജോലിയൊക്കെ നഷ്ടപ്പെടുന്നതിന് ചിലപ്പോൾ കാരണമാവും. NRI റെമിറ്റൻസസിന് അത് പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഫ്രണ്ട് പേജിൽ ഒരു ഇത് പറയുന്നുണ്ട്. IEA എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇന്റർനാഷണൽ എനർജി ഏജൻസി, അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ് ആണ്. IEA ഇന്റർനാഷണൽ എനർജി ഏജൻസി, ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ്. പിന്നീട് റൈറ്റ് ഇഷ്യൂ, ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് RIGHT, റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ ഉള്ള കമ്പനീസ് അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഷെയർ ഇഷ്യൂ തന്നെയായിരിക്കും, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം. പക്ഷെ ഇറ്റ് വിൽ ബി എക്സ്ക്ലൂസീവ്ലി ഫോർ ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, നോട്ട് ഫോർ ദ ഔട്ട്സൈഡ് പബ്ലിക്. അതുകൊണ്ട് തന്നെ അതിന് ഈ പബ്ലിക് ഓഫർ എന്ന് പറയാൻ പറ്റത്തില്ല റൈറ്റ് ഇഷ്യൂവിന്. പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും വാങ്ങാം. പിന്നീട് ഇന്ത്യയുടെ COVID-19 ക്രൈസിസ് ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എംപവേർഡ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. COVID-19 ക്രൈസിസ് ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എംപവേർഡ് ഗ്രൂപ്പിനെ ഹെഡ് ചെയ്യുന്നത് നിതി ആയോഗിന്റെ CEO ആയ അമിതാഭ് കാന്ത് ആണ്. നിതി ആയോഗ് CEO ആയ അമിതാഭ് കാന്ത്. പിന്നെ മനോജ് മുകുന്ദ് നരവാണെ, ഇന്ത്യയുടെ ആർമി ചീഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും ഫ്രണ്ട് പേജിൽ കാണാം. ആർമി ചീഫിന്റെ പേരാണ് മനോജ് മുകുന്ദ് നരവാണെ. പിന്നെ DPIIT എന്താണെന്ന് അറിഞ്ഞിരിക്കണം. DPIITയുടെ ചെയർമാൻ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് DPIIT. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് DPIIT. ചെയർമാൻ ആരാണ്? ഗുരുപ്രസാദ് മൊഹപത്ര ആണ്. ഗുരുപ്രസാദ് മൊഹപത്ര ചെയർമാൻ. ഇന്ത്യയുടെ ഏറ്റവും വലിയ 2 ഓൺലൈൻ ഗ്രോസേഴ്സ് ആണ്. അതായത് ഗ്രോസറീസ് ഓൺലൈൻ വഴി ഇപ്പം നമ്മളുടെ പിന്നീട് ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നൊക്കെ പറയുന്ന കമ്പനീസ് പക്ക അവിടെ എസെൻഷ്യൽസും നോൺ എസെൻഷ്യൽസും സെല് ചെയ്യുന്ന സംഭവങ്ങളാണ്. പക്ഷെ ഈ ഗ്രോസറീസ് മാത്രം വിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 ഓൺലൈൻ ഗ്രോസേഴ്സ് ആണ് ബിഗ് ബാസ്ക്കറ്റും ഗ്രോഫേഴ്സും. GRIFERS. അപ്പൊ അവരെ കുറിച്ച് ഞാൻ പറയാൻ കാരണം ഇപ്പൊ ഈ COVID-19 പ്രോബ്ലത്തിന്റെ ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്ന 2 കമ്പനീസ് ആണ്. ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് റെഡി ടു ഗോ ഔട്ട് ആൻഡ് ബൈ എസെൻഷ്യൽസ്, മെനി പീപ്പിൾ. അപ്പോൾ മെട്രോസിലൊക്കെ ഉള്ള ആൾക്കാർ ഈ ഓൺലൈൻ ആയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ വീട്ടിൽ കൊണ്ട് കൊടുക്കുക ഈ സാധനങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഡിമാൻഡ് കൂടുതലുണ്ട്. പിന്നെ അകത്തെ പേജിലേക്ക് പോകുമ്പോൾ അശോക് ഗെഹ്ലോട്ട്, രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ, COVID-19
പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് ഫൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റിനകത്ത് കുറച്ച് ഡിമാൻഡ്സ് ഉന്നയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അശോക് ഗെഹ്ലോട്ട്, രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ. അതുപോലെ തന്നെ അതേ പേജിൽ തന്നെ മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൌഹാന്റെ ഒരു ഫോട്ടോയും കാണാം. ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററാണ്, അതായത് എല്ലാവർക്കും അറിയാം. അത് കഴിയുമ്പോൾ നോവാർട്ടിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരുണ്ട്, ഒരു ഫാർമ കമ്പനിയുടെ, ഒരു ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് നോവാർട്ടിസ്, NOVARTIS. നോവാർട്ടിസ് പക്ഷേ ഇന്ത്യൻ കമ്പനിയല്ല, അതൊരു സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് കമ്പനിയാണ്. വേൾഡിന്റെ ഫാർമസി എന്ന് അറിയപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. നമ്മളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ COVID-19 പ്രോബ്ലം വന്നപ്പോൾ തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള US പോലുള്ള വേൾഡിലെ ഏറ്റവും ഡെവലപ്ഡ് കൺട്രീസിന് പോലും മെഡിസിൻസ് പലതും ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. അപ്പം ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട് ഈ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ. ബട്ട് സ്റ്റിൽ നോവാർട്ടിസ് ഈസ് എ സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് കമ്പനി. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി ആയ, ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനിയും ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള മനുഷ്യന്റെ കമ്പനിയുമായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, അവർ ഡെറ്റ് ഫ്രീ, അവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമുള്ള കമ്പനി അവരായിരുന്നു. പക്ഷെ അവർ കംപ്ലീറ്റ്ലി ഡെറ്റ് ഫ്രീ, കടം ഇല്ലാത്ത കമ്പനിയായി മാറാൻ അവരൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് ബൈ മാർച്ച് 2021. ജസ്റ്റ് 1 ഇയർ, 2021 മാർച്ചോടുകൂടി. അപ്പൊ അതിനുവേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം, റിലയൻസ് ജിയോയുടെ കയ്യിലുള്ള ടവേഴ്സ് അവര് $8 ബില്യൺ ബ്രൂക്ക്ഫീൽഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് വിൽക്കാൻ തീരുമാനിച്ചു. റിലയൻസ് ജിയോയുടെ ടവർ ബിസിനസ്, ടവർ ഉണ്ടല്ലോ, ടവർ, മൊബൈൽ ടവർ ബിസിനസ്, ബ്രൂക്ക്ഫീൽഡ് എന്ന് പറയുന്നത് കനേഡിയൻ കമ്പനിയാണെന്ന് നമ്മുടെ വിശ്വാസം. ബ്രൂക്ക്ഫീൽഡ്, BROOKFIELD, ബ്രൂക്ക്ഫീൽഡ് എന്ന് പറയുന്ന കമ്പനിക്ക് വിൽക്കാൻ തീരുമാനിച്ചത്. കനേഡിയൻ കമ്പനിയാണെന്നാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളത്, ബ്രൂക്ക്ഫീൽഡ്. അപ്പൊ എത്ര ബില്യൺ ഡോളറിനാണ്? $8 ബില്യൺ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായ ഇൻഡിഗോയെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. ഇൻഡിഗോയുടെ കോ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? രാഹുൽ ഭാട്ടിയ ആൻഡ് രാകേഷ് ഗ്യാങ്വാർ ആൻഡ് രാഹുൽ ഭാട്ടിയ. പിന്നീട് ഫെഡറൽ റിസർവ്, വേൾഡിലെ ലാർജസ്റ്റ് പിന്നീട് സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ്, യുഎസിന്റെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവിനെ കുറിച്ചൊരു ന്യൂസും ഈ പേപ്പറിൽ കാണാം. വേൾഡിലെ ലാർജസ്റ്റ് സെൻട്രൽ ബാങ്ക് ഫെഡറൽ റിസർവ്, അവരുടെ ചീഫാണ് ജെറോം പവൽ. സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ചീഫ് ജെറോം പവലാണ്. പിന്നെ REIT, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വീണ്ടും പറയുന്നുള്ളൂ. REIT, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആണ് REIT എന്നറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അതുപോലെ EBIDTA, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ, ടാക്സ് ആൻഡ് അമോർട്ടൈസേഷൻ. EBIDTA, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ, ടാക്സ് ആൻഡ് അമോർട്ടൈസേഷൻ. FPI നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്. പിന്നീട് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർമാന്റെ പേര് PC മോഡി. CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർമാൻ PC മോഡിയാണ്. അതുപോലെ അജിത് കുമാർ ആണ് CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ ചെയർമാൻ. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, ഇന്ത്യയിൽ 2 ടാക്സസ് കളക്ട് ചെയ്യുന്നുണ്ട്, ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ GST ആണ്, മെയിൻലി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഡയറക്ട് ടാക്സ് മെയിൻലി ഇൻകം ടാക്സ് ആണ്, പിന്നെ കോർപ്പറേഷൻ ടാക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരും. ഇപ്പൊ CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർമാനാണ് PC മോഡി. CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, അതിന്റെ ചെയർമാൻ അജിത് കുമാറും ആണ്. പിന്നീട് ഇപ്പോ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ഇന്നലത്തെ ന്യൂസ് പേപ്പറിലൊക്കെ പറഞ്ഞിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം കൂടിയാണത്. ഇന്ത്യ ചൈന അഗ്രസീവായി ടേക്ക് ഓവേഴ്സ് നടത്താതിരിക്കാൻ വേണ്ടി ഇപ്പൊ COVID-19 ഉണ്ടായപ്പോഴത്തേക്ക് ഷെയർ മാർക്കറ്റിൽ വലിയ ഇടിവ് സംഭവിച്ചു പല കമ്പനീസിന്റെ ഷെയർസിന്. സോ കമ്പനികളുടെ വാല്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞ അവസരം ഉപയോഗപ്പെടുത്തി ഇന്ത്യയുടെ ഒരു ഹോസ്റ്റൈൽ കൺട്രിയായ ചൈന നമ്മൾ ഇന്ത്യൻ കമ്പനീസിൽ സ്റ്റേക്ക് ഉയർത്തി അവര് ഇന്ത്യയുടെ കമ്പനീസിന് വേണമെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാം. അങ്ങനെ ചെയ്യാതിരിക്കാൻ പല രാജ്യങ്ങളും പല നിയമങ്ങളും ചൈനയ്ക്ക് ലക്ഷ്യം വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഇന്ത്യ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ചൈനയുടെ പേരൊന്നും പറയാതെ ഇന്ത്യയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്പനീസ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് റൂട്ട് ആണെങ്കിൽ പോലും, ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ മാത്രം മതി, മറ്റ് ഗവൺമെന്റ് അപ്രൂവൽ ഒന്നും ഇല്ലാതെ ഇന്ത്യയിലെ പല സെക്ടേഴ്സിലും വിദേശ നിക്ഷേപം അല്ലെങ്കിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഓപ്ഷനാണ്. വിത്തൌട്ട് എനി പ്രയർ അപ്രൂവൽ ദേ ക്യാൻ കം ടു ഇന്ത്യ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ സ്പെസിഫിക് സെക്ടേഴ്സ്
if the government allows them to do so. അപ്പൊ ഈ ചില സെക്ടേഴ്സ് ഉണ്ടല്ലോ, ചില സെക്ടേഴ്സ് ഓപ്പൺ ആണ്, ഷെയർ മാർക്കറ്റിലെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. ഇപ്പൊ അത്തരം സെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ഗവൺമെന്റ് previously allowed foreign direct investment in such sectors through automatic route, means അത്തരം സെക്ടേഴ്സിൽ പ്രയർ അപ്രൂവൽ വേണ്ട ആണെന്നുണ്ടെങ്കിൽ ഈ ഏത് വിദേശ രാജ്യത്തിലെ കമ്പനീസിനും വന്ന് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് അപ്രൂവൽ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാം. ബട്ട് ഇന്ത്യ പിന്നീട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ ആണ് എന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിലെ കമ്പനീസിന് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് റൂട്ട് വഴി ഇൻവെസ്റ്റ്മെന്റ് അനുവദിച്ചിട്ടുള്ള മേഖലകളാണെങ്കിലും they need prior approval. അതാണ് സത്യത്തിൽ ചൈനയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ്. മറ്റ് ഇന്ത്യയായിട്ട് ബൗണ്ടറി പങ്കെടുത്ത രാജ്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള രാജ്യങ്ങളൊന്നും അല്ല. ബംഗ്ലാദേശും പാകിസ്ഥാനും ഒന്നും മ്യാൻമറും ഒന്നും. അപ്പോ ചൈനയെ അത് കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മോർഗേജ് ലെൻഡറായ HDFCയിൽ ഇപ്പൊ ചൈനീസ് ബാങ്കായ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന അവിടുത്തെ ബാങ്കിങ് റെഗുലേറ്റർ കൂടെയാണ്. അവര് 1% ഷെയർസ് എടുത്തത്. അതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയെ കൺസേൺഡ് ആക്കിയത്. പക്ഷെ ചൈന പറയുന്നത് WTOയുടെ നിയമങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണെന്ന്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിയമങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. പക്ഷെ ഇന്ത്യ പറഞ്ഞിരിക്കുന്നു അത് എഗെയിൻസ്റ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് പിന്നെ നമ്മളുടെ സർട്ടൻ സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഒരു രാജ്യത്തിനെയും. അപ്രൂവൽ വേണം, അപ്രൂവൽ എടുക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ സ്റ്റോപ്പ് ചെയ്യാത്ത സമയത്ത് പിന്നെ അതിൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല എന്നാണ് ഇന്ത്യ പറയുന്നത്. GATT എക്സ്പാൻഷൻ ജനറൽ എഗ്രിമെന്റ് ഓൺ tariffs and trade. GATT General Agreement on Tariffs and Trade. അത് കഴിയുമ്പോ ഇപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 50,000 കോടി രൂപ 50,000 crores ഒരു LTRO ലോങ് ടൈം TLTRO ടാർഗറ്റഡ് ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ നടത്താൻ പോയാണ് 50,000 crores എക്സ്ക്ലൂസീവ്ലി ഫോർ NBFCs. ഞാനത് ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1 lakh crore ചില പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതിൽ 50,000 crore എന്ന് പറഞ്ഞാൽ ക്യാഷ് ക്രഞ്ച് നേരിടുന്ന NBFCസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകൾക്ക് ടാർഗറ്റഡ് ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ ഉപയോഗിച്ച് 50,000 crore ഉടനെ കൊടുക്കാതെ അത് 50,000 crore എക്സ്ക്ലൂസീവ്ലി NBFCസിന് തന്നെ കൊടുക്കണമെന്നാണ്. NBFCസിന്റെ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സും ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് NBFCസിന് പൈസ കിട്ടും. അപ്പം അതിനു വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ഒരു എഡിറ്റോറിയലാണ് എക്കണോമിക് ടൈംസിലെ ആദ്യത്തെ എഡിറ്റോറിയൽ. നല്ലൊരു എഡിറ്റോറിയലാണ്. പിന്നീട് ബാക്കി 50,000 കോടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത്? 25,000 crores കൊടുക്കാൻ പോണത് നബാർഡിന്, 15,000 crores കൊടുക്കാൻ പോണത് സിഡ്ബിക്ക്, 10,000 crores കൊടുക്കാൻ പോണത് NHB നാഷണൽ ഹൗസിംഗ് ബാങ്കിന്. അങ്ങനെ 50,000 കോടി അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയലാണ് എക്കണോമിക് ടൈംസ്. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഞാൻ ഇന്നലെ പറഞ്ഞു, ഫ്രാൻസിന് ശേഷം ഓസ്ട്രേലിയയിൽ തീരുമാനിച്ചു ടെക് ജയന്റ്സ് ആയ ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ അവിടുത്തെ ആ രാജ്യത്തെ ഓസ്ട്രേലിയയിലെ മീഡിയ ഗ്രൂപ്പുകളുടെ കണ്ടന്റ് യൂസ് ചെയ്താൽ അവരുമായിട്ട് റവന്യൂ ഷെയർ ചെയ്യണമെന്ന്. ആദ്യം ഫ്രാൻസ് ഓൾറെഡി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ തീരുമാനം വരുന്നത്. അപ്പം അത് നല്ലതാണെന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും നല്ലതെന്നേ പറയും എക്കണോമിക് ടൈംസ്. കാരണം അവർക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ ഗ്രൂപ്പായ ബെനറ്റ് ആൻഡ് കോൾമാൻ ഗ്രൂപ്പിനായിരിക്കും. അതിന്റെ അണ്ടറിലാണ് എക്കണോമിക് ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും ടൈംസ് നൗ ചാനലും ഒക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവരങ്ങനെ പറയുള്ളൂ. ഹിന്ദുവും അതിന് സപ്പോർട്ട് ചെയ്തതാണെന്നല്ല എഴുതിയിരുന്ന കാര്യം, അവർക്കൊക്കെ ഗുണമാണത്. പിന്നീട് യൂണിക്കോൺ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് അറിഞ്ഞാൽ യൂണിക്കോൺ UNICOR. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ വാല്യുവേഷൻ $1 billion, അതായത് 100 crore. 1 billion എന്ന് പറഞ്ഞാൽ 100 crore ആണ്. $1 billion ആകുമ്പോൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 7,700 crores വരും. അപ്പോ ഇത്രയും പഠിച്ചു വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ വാല്യുവേഷൻ $1 billion കഴിയുമ്പോൾ ആ കമ്പനിയെ യൂണിക്കോൺ എന്നറിയപ്പെടും. സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് എന്നറിയപ്പെടുന്നത്. പീയൂഷ് ഗോയൽ എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്ററാണ് പീയൂഷ് ഗോയൽ. അതിനെക്കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നീട് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് അണ്ണിന്റെ ഹെൽത്ത് മോശമാണ്, അല്ലെങ്കിൽ പുള്ളി കുറച്ച് സീരിയസ് ആണെന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് പ്രചരിച്ചത്. പക്ഷെ സൗത്ത് കൊറിയ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉള്ള കൺഫർമേഷൻ ഒന്നും ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. കിം ജോങ് അണ്ണിനെ കുറിച്ചുള്ള ഹെൽത്തിന്റെ കൺസേൺ ഡൗൺ പ്ലേ ചെയ്തിരിക്കുകയാണ് സൗത്ത് കൊറിയ. പിന്നീട് ലീ സെൻ ലൂങ്, സിംഗപ്പൂർ. എല്ലാവർക്കും അറിയാം, വേൾഡിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയും ഒരു ഏഷ്യൻ കൺട്രിയുമാണ് സിംഗപ്പൂർ. സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ഹലിമ യാക്കൂബ് ആണ്. ഹലിമ യാക്കൂബ് ആണ് സിംഗപ്പൂരിന്റെ പ്രസിഡന്റ്. സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ലീ സെൻ ലൂങ് ആണ്. LWHSIEN, ലീ സെൻ ലൂങ്, LWONG, ലീ സെൻ ലൂങ്.
അത്രയാണ് നമ്മുടെ എക്കണോമിക് ടൈംസിലെ ന്യൂസ്. ഹിന്ദുവില് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കാം. ഹിന്ദുവില് ICMR കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR. പിന്നെ WTC മിക്കവാറും ഡിഫർ ചെയ്തേക്കും. ICC എന്നൊരു ന്യൂസ് ഉണ്ട്. WTC എന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഇപ്പൊ ഇന്ത്യയാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ വേൾഡ് നമ്പർ 2 ടെന്നീസ് പ്ലെയർ ആയ റാഫേൽ നദാലിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. റാഫേൽ നദാൽ. പിന്നെ അർജുൻ ഭാട്ടി, ഇന്ത്യയുടെ ഒരു എമർജിംഗ് ഗോൾഫ് പ്ലെയർ ആണ് അർജുൻ ഭാട്ടി, BHAITI. മാഗ്നസ് കാൾസൺ, ഇന്ത്യയുടെ വേൾഡിലെ നമ്പർ 1 ചെസ് പ്ലെയറിനെ കുറിച്ചുണ്ട്. പിന്നീട് പിന്നെ ബിസിനസ് പേജിലൊന്നും വലിയ കാര്യങ്ങളുണ്ട്. അത് ഓൾറെഡി എക്കണോമിക് ടൈംസിലോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ ഒരു കാര്യം, US-ന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ വരാം. ട്രംപ് ടു സസ്പെൻഡ് ഇമിഗ്രേഷൻ ടു US-ലേക്കുള്ള ഇമിഗ്രേഷൻ. ഇന്ത്യയൊക്കെ വളരെ താല്പര്യത്തോടെ ഇന്ത്യയിലെ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് US-ലേക്കുള്ള ഇമിഗ്രേഷൻ തൽക്കാലത്തേക്ക് ഒരു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടതാണ്. COVID-19 പ്രോബ്ലം മൂലം ടെമ്പററി ആയിട്ടാണത്. പിന്നെ WFPയുടെ എക്സ്പാൻഷൻ, വേൾഡ് ഫുഡ് പ്രോഗ്രാം UN-ന്റെ ഒരു ഓർഗനൈസേഷനാണ് WFP, വേൾഡ് ഫുഡ് പ്രോഗ്രാം. പിന്നീട് FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. എല്ലാവർക്കും അറിയാം. UN-ന്റെ ഗ്ലോബൽ ആന്റി ടെറർ ഫിനാൻസിംഗ് വാച്ച് ഡോഗ് ആണ് FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, ഹെഡ്ക്വാർട്ടേഡ് ഇൻ പാരീസ്. FATF ഗ്രേ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനാണ്. ബസ്തർ, ഇന്ത്യയിലെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു നക്സൽ ഏരിയയാണ് ബസ്തർ. അത് ഛത്തീസ്ഗഡിലാണ്. BSTR, ഛത്തീസ്ഗഡിലാണ് ബസ്തർ. പിന്നീട് ഓം ബിർള, ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കറിന്റെ ഒരു ഫോട്ടോ കാണാം. ഓം ബിർള, ലോക്സഭാ സ്പീക്കർ. പിന്നീട് അടുത്ത പേജുകളിലേക്കൊന്നും പോകുമ്പോൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹിന്ദുവിലെ ഇന്നത്തെ എഡിറ്റോറിയൽസ്. നോൺ എസെൻഷ്യൽസ് ക്യാൻ വെയിറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. കൊമേഴ്സ് കമ്പനികളെ ഇടയ്ക്ക് വെച്ച് ഗവൺമെന്റ് നോൺ എസെൻഷ്യൽസ് സെൽ ചെയ്യാൻ അനുവദിച്ചിട്ട് ഇപ്പൊ അത് വേണ്ടെന്ന് വെച്ചു. അതാണ് നോൺ എസെൻഷ്യൽസ് ക്യാൻ വെയിറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ പറയുന്നത്. പിന്നെ ഫ്യൂച്ചേഴ്സ് ഷോക്ക് എന്ന് പറഞ്ഞ രണ്ടാമത്തെ എഡിറ്റോറിയൽ ഓയിൽ പ്രൈസസിനുണ്ടായ ഷോക്കിനെ കുറിച്ചാണ്. ഓയിൽ പ്രൈസസ് കുറഞ്ഞ് നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു എഡിറ്റോറിയലാണ്. പിന്നീട് സാഗറിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സാഗർ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഫോർ ഇന്ത്യൻ ഓഷൻ കൺട്രീസ്. സാഗറിന്റെ എക്സ്പാൻഷൻ, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. സാഗർ, SAGAR, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. സാഗർ അത് ഒരു ഇന്ത്യൻ ഓഷൻ റിലേറ്റഡ് ഇനിഷ്യേറ്റീവ് ആണ്. ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് ആണ്, ഇന്ത്യൻ ഓഷൻ റിലേറ്റഡ് ഇനിഷ്യേറ്റീവ്. അപ്പൊ സാഗറിനെ കുറിച്ച് നന്നായിട്ടൊന്ന് വായിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ പുട്ടിംഗ് ദ സാഗർ വിഷൻ ടു ദ ടെസ്റ്റ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് വായിച്ചു നോക്കുക. നല്ലൊരു അറിവ് നിങ്ങൾക്ക് ആ ഫീൽഡിൽ കിട്ടാൻ നല്ലതായിരിക്കും സാഗറിനെ കുറിച്ച്. ഇത്രയും മാത്രം ഇന്നത്തെ ഹിന്ദുവിലെ ന്യൂസുകൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എത്രയാണ്. താങ്ക് യു വെരി മച്ച്.